ഇങ്ങനെ കാലാവസ്ഥ നമ്മളെ രോഗിയാക്കുന്നതാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയിൽ നിന്നും മറ്റൊരു കാലാവസ്ഥയിലേക്കുള്ള ഷിഫ്റ്റിംഗ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമുക്കും ഷിഫ്റ്റ് ചെയ്യണം, ബാക്ടീരിയകൾക്കും മാറ്റം വരണം, അതിനെ സഹിക്കാൻ കഴിയണം. അപ്പോൾ ആ ആദ്യത്തെ ദിവസങ്ങളിൽ ശരീരത്തിന് ചില ലക്ഷണങ്ങളൊക്കെ വരാം. റീഅഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ, ട്യൂണിങ്ങിൻ്റെ ലക്ഷണങ്ങൾ വരാം. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ ചൂടിൽ വികസിച്ചിരിക്കുന്ന, ചൂടിൽ നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം വികസിച്ചിരിക്കും. വാസോ ഡൈലേറ്റഡ് ആയിരിക്കും. വാസോ ഡൈലേഷനാണ് അവിടെ ഉണ്ടാകുക. തണുപ്പിലേക്ക് വരുമ്പോൾ ശരീരം വാസോ കൺസ്ട്രിക്ഷൻ വരും, ചുരുങ്ങും. ശ്വാസകോശങ്ങൾ ചുരുങ്ങും, രക്തധമനികൾ ചുരുങ്ങും. ഇപ്പോൾ വേനൽക്കാലത്ത് ലക്കും ലഗാനും ഇല്ലാത്ത തീറ്റ തിന്നിട്ടുള്ളവർക്ക്, ചായ, കാപ്പി, കോളകൾ, മദ്യം അതെല്ലാം ധാരാളം കുടിച്ച ആളുകൾക്ക്, കഫം കൂടുന്ന ഭക്ഷണ സാധനങ്ങൾ ധാരാളം കഴിച്ച് കഫം കൂട്ടി ജീവിച്ചവർക്ക് വാസോ ഡൈലേഷനിൽ രക്തക്കുഴൽ അല്ലെങ്കിൽ ശ്വസന നാളികളെല്ലാം വികസിച്ചിരിക്കുന്ന സമയത്ത് പ്രയാസമൊന്നും അറിഞ്ഞില്ല എന്ന് വരും. തണുപ്പിൽ അത് ചുരുങ്ങുമ്പോൾ ഈ കഫപാളികളുള്ളിൽ ഇരുന്നാൽ വേണ്ടത്ര ശ്വാസം സുഗമമായിട്ട് എടുക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ശ്വാസം മുട്ട് സംബന്ധമായ രോഗങ്ങൾ, കഫസംബന്ധമായ പ്രയാസങ്ങളെല്ലാം ഇളകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കളയാൻ വേണ്ടി, കളഞ്ഞിവിടെ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മഴക്കാലം തുടങ്ങുമ്പോൾ ന്യായമായ രീതിയിൽ മര്യാദക്ക് ജീവിച്ചു പോയവർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവണമെന്നില്ല. പക്ഷേ വിവേകമില്ലാത്ത, കാലാവസ്ഥയെ തിരിച്ചറിഞ്ഞ്, ശരീരത്തിൻ്റെ കപ്പാസിറ്റിയെ തിരിച്ചറിഞ്ഞ് മിതമായ ഭക്ഷണമേ ആകാവൂ. വയറ് നിറച്ച് കഴിക്കുന്നൊരു ഭക്ഷണത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ബാക്ടീരിയൽ ലോഡ് കൂടുതലാണെങ്കിലോ, ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയകൾക്കൊരു നമ്പറുണ്ട്. അതിൽ കൂടുതൽ നമ്പറുള്ള ഭക്ഷണ സാധനങ്ങൾ ചെന്നാൽ സ്റ്റൊമക്ക് ആസിഡിന്, സ്റ്റൊമക്കിലുള്ള മൈക്രോബ്സിന് ടാക്കിൾ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ അവർ നിങ്ങളുടെ ചെറുകുടലിലേക്ക് കയറും, വൻകുടലിലേക്ക് കയറും, ചിലപ്പോൾ രക്തത്തിലേക്കും കടന്നു എന്ന് വരും. അപ്പം അതിൻ്റെ കാരണം നിങ്ങളുടെ തെറ്റായ ആഹാര രീതിയാണ്. ആഹാരം മിതമായിരിക്കണം, ഫ്രഷായിരിക്കണം. അതുകൊണ്ടാണ് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കരുത്. പാചകം ചെയ്തോ 2 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്താ പറ്റുക? നിങ്ങളുടെ വയറിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വൈറൽ ലോഡ്, ബാക്ടീരിയൽ ലോഡ് അതിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വയറ് വീർത്തു, ചിലപ്പോൾ വയറിളക്കം വന്നു. കളയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങളെ ഛർദ്ദിപ്പിച്ച് ഇത് അങ്ങനെ തന്നെ കളഞ്ഞ് ശരീരം രക്ഷപ്പെടുത്താൻ നോക്കും. അപ്പോൾ നിങ്ങളതൊക്കെ രോഗമാണെന്ന് എഴുതി മരുന്ന് കഴിച്ച് ആ തെറ്റായ സാധനം ഉള്ളിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയുണ്ടാക്കും. വിഷവൽക്കരണം നിങ്ങൾ കൂട്ടുകയും ചെയ്തു, മരുന്നിൻ്റെ വിഷവും കൂടി അവിടെ കയറി. അപ്പോൾ പാചകം ചെയ്തൊരു ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നില്ല എങ്കിൽ അതിൽ ബാക്ടീരിയൽ ലോഡ് വളരെ കൂടി കഴിഞ്ഞു.